വിശുദ്ധ ബൈബിളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായമാണ്. മറ്റ് വേദ അധ്യായങ്ങളെക്കാൾ ഉപരി എൻ്റെ ആത്മീക ജീവിതത്തെ ഏറ്റവും ശക്തമായി ചിട്ടപ്പെടുത്തിയ ദൈവിക രഹസ്യങ്ങളുടെ ഒത്തിരി ഏടുകൾ അടങ്ങിക്കിടക്കുന്ന എൻ്റെ ജീവിത രൂപാന്തരീകരണത്തിൻ്റെ ഒരു അധ്യായം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വേദഭാഗമാണ് യോഹന്നാൻ ചാപ്റ്റർ 17. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യമായ പ്രാർത്ഥനയാണ് ഇവിടെ കാണുന്നത്. അതായത് യേശുവിൻ്റെ സുദീർഘമായ ഔദ്യോഗികമായൊരു പ്രയറാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞതെന്നാൽ, അതായത് ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിൻ്റെ ഒരു പ്രാർത്ഥന നേരിട്ട് കേൾക്കാൻ ഒരവസരം കിട്ടിയാൽ എത്രത്തോളം അത് സന്തോഷകരമാകുമോ അത്രത്തോളം സന്തോഷം പകർന്നു തരുന്ന ഒരു ദൈവിക വചന രഹസ്യമാണ് യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം. നിങ്ങൾക്ക് ഇന്നേ നാഴിക വരെ യേശു പഠിപ്പിച്ച പ്രാർത്ഥന കൂടാതെ യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, സുദീർഘമായ യേശുവിൻ്റെ ഒരു വലിയ പ്രാർത്ഥന കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു സങ്കടമുണ്ടെങ്കിൽ അത് തീർക്കാൻ നിങ്ങൾക്ക് ഏറ്റവും സഹായകമാകുന്ന ഒരു വിശുദ്ധ വേദ വചനമാണ് യോഹന്നാൻ ചാപ്റ്റർ 17. ഈ പരിശുദ്ധമായ വചനങ്ങളിലെ 2-ാമത്തെ വചനമാണ് ഇന്നത്തെ ദൂതിലേക്ക് കർത്താവ് നമുക്ക് നൽകുന്നത്. നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിൻ്റെ മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. യേശു പറയുന്നു, പിതാവേ, അങ്ങനെക്ക് നൽകിയിട്ടുള്ള എല്ലാവർക്കും നിത്യജീവൻ കൊടുക്കുവാൻ വേണ്ടി എല്ലാ വ്യക്തികളുടെ മേലും അങ്ങനെക്കൊരു അധികാരം നൽകിയിട്ടുണ്ട്. അധികാരപൂർണനായ യേശു ക്രിസ്തുവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ദൂതിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുന്നു. ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം. ലോകത്ത് അധികാരസ്ഥരായ ഒത്തിരി മനുഷ്യരുണ്ട്. ആ അധികാരങ്ങൾ പല രീതിയിലാണ് കൈയാളപ്പെടുന്നത്. രാഷ്ട്രീയ അധികാരങ്ങളുണ്ട്, അതുകൂടാതെ ജുഡീഷ്യറിയുടെ അധികാരങ്ങളുണ്ട്, അതുകൂടാതെ ഭരണസിരാ കേന്ദ്രങ്ങളുടെ മേൽ അധികാരങ്ങൾ വഹിക്കുന്ന വ്യക്തികളുണ്ട്, അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട്. എന്നാൽ ഈ നിയമപരമായും സാമൂഹികപരമായും രാഷ്ട്രീയപരമായിട്ടുമൊക്കെയുള്ള അധികാരങ്ങളെ കൂടാതെ മനുഷ്യരുടെ ആത്മാക്കളുടെയും ജീവൻ്റെയും ശരീരത്തിൻ്റെയും മേൽ ഒരാൾക്ക് അധികാരം തീരെഴുതി കൊടുക്കുക എന്ന് പറയുന്നതൊന്നും അത്ര നിസ്സാരപ്പെട്ട കാര്യമല്ല. പക്ഷേ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ സകല അധികാരങ്ങളും ഉണ്ട്. സകല അധികാരങ്ങളും, അതിൽ രാഷ്ട്രീയ അധികാരവും ഉണ്ട്, നിയമപരമായ അധികാരങ്ങളുമുണ്ട്. നമ്മൾ ഭൗതിക ലോകത്ത് കാണുന്ന ആത്മീക അധികാരങ്ങൾ കൂടാതെ ഭൗതിക അധികാരങ്ങൾ കൂടാതെ ആത്മീകമായ ചില ശക്തമായ അധികാരങ്ങളും അതിൽ ഉൾപ്പെടുന്നുണ്ട്. യേശുവിൻ്റെ അധികാരങ്ങൾ പല സമയങ്ങളിൽ പല രീതിയിൽ വെളിപ്പെട്ടു വന്നിട്ടുണ്ട്. ദുർഭൂതങ്ങളെ യേശു കർത്താവ് മനുഷ്യരിൽ നിന്നും പുറത്താക്കുമ്പോൾ പിശാചുകൾ കൂടെ അവനെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ശിഷ്യന്മാർ പോലും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിലോ ജീവിതത്തിലോ ഒരു സാധാന്യമായ പ്രവൃത്തി നിങ്ങൾക്ക് ദോഷകരമായ വിധത്തിൽ സഹിക്കാൻ വയ്യാതെ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ അധികാരത്തെ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അതിന് വിടുതലുണ്ടാകും. കർത്താവിനാൽ അതിന് സമാധാനം വരും. യേശു ശിഷ്യരുടെ കൂടെ പടകിൽ യാത്ര ചെയ്യുന്ന വേളയിൽ കാറ്റും കടലും പ്രതികൂലമായി എഴുന്നേൽക്കുന്ന സമയത്ത് യേശു എഴുന്നേറ്റ് തൻ്റെ വായിലെ വാക്കുകൊണ്ട് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ പ്രകൃതിയിലെ ഏറ്റവും വിപത്തുണ്ടാക്കാൻ ശക്തിയുള്ള കടലിൻ്റെ മേലും കാറ്റിൻ്റെ മേലും കൊടുങ്കാറ്റിൻ്റെ മേലും തനിക്കാണ് ആത്മീക അധികാരം, അല്ലെങ്കിൽ അതിനെ നിലയ്ക്ക് നിർത്താനുള്ള ശക്തി തനിക്കുണ്ട് എന്നും അത് തന്നെ അനുസരിക്കുമെന്നുള്ളതും യേശു വെളിപ്പെടുത്തി. അതുമാത്രമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഇതെല്ലാം ഒരു 3.5 വർഷത്തിനിടയ്ക്ക് ചെയ്തതാണെന്ന് ഓർക്കണം. അല്ലാതെ ഒരുപാട് കാലം കൊണ്ട് കാണിച്ചതൊന്നും അല്ല. മനുഷ്യനായിട്ട് ഇവിടെ വന്നിട്ട് ഒരു പരിമിതിയുള്ള വ്യക്തി എങ്ങനെ ജീവിക്കുമോ അതുപോലെ വേദനയുടെയും പ്രശ്നങ്ങളുടെ എല്ലാം നടുവിലൂടെ ജീവിതം സാധാരണ മനുഷ്യ ജീവിതമായി തന്നെ നയിച്ചു കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ അവിടുന്ന് നിർവഹിച്ച കാര്യങ്ങളായി പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം വലുതാണെന്നൊന്ന് മനസ്സിലാക്കിക്കോണം.
രോഗം മൂർച്ഛിച്ചാൽ ഏത് ഉന്നതനായ ഡോക്ടറും ഒരു പരിധി കഴിയുമ്പോൾ ഇനി ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ശാരീരികമായ അവസ്ഥകളെ നോക്കി നിസ്സഹായരായി നിൽക്കുന്ന ചില സമയങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കൊന്നും പറയാറായിട്ടില്ല എന്ന് അവർ സ്റ്റേറ്റ്മെൻറ്റ് തരുന്ന ചില സമയങ്ങളുണ്ട്. അല്ലെങ്കിൽ അപകടനില തരണം ചെയ്തു, അല്ലെങ്കിൽ ക്രിട്ടിക്കലാണ് എന്ന നിലയിൽ പറയപ്പെടുന്ന പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. എന്നാൽ അത് കഴിഞ്ഞൊരു വ്യക്തി മരണം അടുത്തു വന്നു നിന്ന് ജീവനും മരണത്തിനും ഇടയിൽ കിടന്ന് പിടയുന്ന ആ ഒരു പിടച്ചിലെത്തുമ്പോൾ, അതും കഴിഞ്ഞ് മരിച്ചു പോകുമ്പോൾ, ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ മരിച്ചുപോയ ഒരാളെ പിന്നെ മറവ് ചെയ്യുക എന്നുള്ളതാണ് പൊതുവായുള്ള നമ്മുടെ ഒരു രീതി. യേശു അവിടെയും വ്യത്യസ്തത കാണിക്കുകയാണ്. കർത്താവ് മരിച്ചുപോയവരെയൊക്കെ തൻ്റെ വാക്കുകൊണ്ടൊക്കെ അങ്ങ് പിന്നെയും മനുഷ്യ ജീവിതത്തിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇദ്ദേഹം എത്ര മഹാനാണെന്ന്, എന്തോ പവറാണ് കയ്യിലുള്ളതെന്ന്, എന്തോ ഒരു അതോറിറ്റിയെ കൈയാളിക്കൊണ്ടിരിക്കുന്നതെന്ന്. നമ്മളൊക്കെ ചിന്തിച്ചതോ കണ്ടതോ വല്ലോ ആണോ യേശു? നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു അളവ് പോലാണോ അദ്ദേഹത്തിനുള്ളത്? അല്ല. എൻ്റെ യേശു എന്ന് നമ്മളൊരു ഒരു ഒരു വ്യക്തിബന്ധത്തിൻ്റെ പേരിൽ, ഒരു ആത്മീക ബന്ധത്തിൻ്റെ പേരിൽ, തീവ്രമായ ഒരു ആരാധനയുടെ പേരിൽ നമ്മൾ പലപ്പോഴും പറയുമ്പോഴും യേശുവിനെ യേശുവായി ആ വ്യക്തിയെ മാറി നിന്നൊന്ന് പഠിക്കാൻ തയ്യാറായാൽ നമ്മൾ ശരിക്കും നടുങ്ങിപ്പോകുന്ന വിധത്തിൽ ഒരപാര വ്യക്തിത്വമാണ് നമ്മുടെ കർത്താവ്. അപ്പം മരണത്തിൻ്റെ മേൽ പോലും തനിക്ക് പരമാധികാരമുണ്ട്. മൃതശരീരം അടക്കാൻ കൊണ്ടുപോകുന്ന വഴിയിലും ശവമടക്ക് കഴിഞ്ഞ് 3-4 ദിവസം കഴിഞ്ഞിട്ടും ഒക്കെ മനുഷ്യരെ ജീവിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ കാര്യങ്ങളുടെ മേലെല്ലാം അധികാരം അങ്ങ് തൻ്റെ മേൽ വ്യാപരിക്കുകയാണ്. അല്പമായിട്ടുള്ള വസ്തുക്കളെയൊക്കെ അധികമായിട്ട് വർദ്ധിപ്പിക്കാൻ ഒറ്റ നേരം കൊണ്ട് കഴിയും. മാജിക്കല്ല, റിയലാണ് കാര്യങ്ങൾ. ഇങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ ഏതൊരു സാഹചര്യത്തെയും നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത വിധത്തിൽ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്ന പരമാധികാരി. ഈ അധികാരത്തെക്കുറിച്ച് പറയുമ്പോൾ പിന്നീട് വേദപുസ്തകം പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയാണ് യേശു. അതിൻ്റെ അർത്ഥം എന്താ? ഒരു രാഷ്ട്രത്തിൻ്റെ തലയാരാ? അതിൻ്റെ ഭരണാധികാരിയാണ്. യേശു തലയാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഹെഡ്, സുപ്രീം അതോറിറ്റി അദ്ദേഹത്തിൻ്റെ കരത്തിലാണെന്നുള്ളത്. എല്ലാ പദവികളുടെയും എല്ലാ അധികാരങ്ങളുടെയും എല്ലാ വാഴ്ചകളുടെയും ലോകത്ത് എവിടെയെല്ലാം എന്തെല്ലാം പദവികൾ അലങ്കരിക്കപ്പെടുന്ന സിംഹാസനങ്ങളുണ്ടോ ആ സിംഹാസനങ്ങളുടെ എല്ലാം മീതെ, അതിനെല്ലാം മീതെ ഒറ്റ ഒരാൾ അധികാരിയായിട്ടിരിക്കുന്നു. ഇത് എന്തൊരു സംഭവമാണ് ചിന്തിച്ചു നോക്കി. യേശുവിൻ്റെ പരമാധികാരം അത്രമേൽ വലുതാണ്. അപ്പോൾ സകല വാഴ്ചകൾക്കും എല്ലാ വിധത്തിലുള്ള അധികാരങ്ങൾക്കും മീതെ പരമാധികാരിയായിരിക്കുന്നയാൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു. മരണത്തിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് യേശു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയായപ്പോൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചേ. എന്നാൽ ഈ മരണാനന്തര ഉയർത്തെഴുന്നേറ്റു. നോക്കിക്കേ, മരിച്ചാലും എനിക്കത് പ്രശ്നമല്ല. ഞാൻ മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു. മനുഷ്യൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഈ മരണത്തിനൊക്കെ അപ്പുറത്തുള്ളതായ ജീവിതം ഇനിയും തുടരുമെന്നൊക്കെ എല്ലാവരും വിശ്വസിക്കുന്ന, കാണാൻ ആഗ്രഹിക്കുന്ന, കൗതുകത്തോടുകൂടെ കേൾക്കുന്ന, പലരെയും പേടിപ്പിക്കുന്ന ഈ നരകവും പാതാളവും സ്വർഗവുമെല്ലാം തൻ്റെ അധികാര പ്രവിശ്യയിൽ താൻ അതിൻ്റെ എല്ലാം മീതെ പരമാധികാരിയായ കർത്താവാണെന്ന് വളരെ വ്യക്തമായിട്ട് അവിടുന്ന് വന്ന് പറഞ്ഞു. ഒരു ഭൂമിയിൽ ഒരു ജീവിതത്തിന് ശേഷം ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ തനിക്ക് ശാരീരികമായി ദ്രംസനങ്ങളൊക്കെ ഏറ്റ് തകർന്ന് തരിപ്പണമായി പോയ ഒരു ശാരീരിക അവസ്ഥയിൽ മരിച്ചിട്ടാണ് തിരിച്ചു വന്നതെന്ന് ഓർക്കണം. അങ്ങനെ തിരിച്ചു വന്നയാള് പാതാളത്തെയും മരണത്തെയും ജയിച്ചവനായിട്ടാണ് തിരിച്ചു വരുന്നത്. അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് തോറ്റു കിടക്കുകയല്ല. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ അതുവരെ മരണമായിരുന്നു ശക്തമായിട്ട് നിന്നിരുന്നത്. മരണത്തിന് കാരണമായിരിക്കുന്ന പാപം പോലെയുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊക്കെയായിരുന്നു അതുവരെ വലിയ ശക്തിയായിട്ട് നിലനിന്നിരുന്നത്. പക്ഷെ യേശുക്രിസ്തു കടന്നു വന്നതോടുകൂടെ അതൊക്കെ ഒന്നുമല്ലാതായിപ്പോയി. കാരണം യേശുവിൻ്റെ കാൽവറി മരണം അത്രമാത്രം വലിയ
ചേഞ്ചാണ് അവസ്ഥകളുടെ മേൽ ഉണ്ടാക്കിയത്. യേശു ഇതിനെയൊക്കെ അഴിച്ചു പണിതു, കർത്താവ് ഇതിനെയൊക്കെ പരിഹരിച്ചു. എന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നുവെന്ന്. എൻ്റെ ഷർട്ടെന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയും, എൻ്റെ വാച്ചെന്ന് പറയും, എൻ്റെ ബൈബിള്, എൻ്റെ മൈക്കെന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറയാം, എൻ്റെ കൈയെന്ന് പറയാം. എത്ര ദിവസം വരെ പറയും? ഇതിനകത്ത് ജീവനുള്ള കാലത്തോളം. അത് കഴിയുമ്പോൾ ഇതെൻ്റെ കൈയല്ല. പുഴു പറയും ഇതെൻ്റെ ആഹാരമാണ്, അല്ലേ? എന്നാൽ ഇത് കഴിഞ്ഞു എനിക്ക് പറയാൻ പറ്റുമോ ഇതെൻ്റെ ജീവിതമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ ജീവനാണെന്ന് പറഞ്ഞ് ഞാൻ ഈ കൊണ്ട് നടക്കുന്ന ഈ സാധനം എപ്പോ ചലിക്കണം, എപ്പോ ചലിക്കണ്ട എന്ന് തീരുമാനിക്കത്തക്ക വിധത്തിൽ അധികാരമുള്ള ഒരാളുണ്ടെന്നാണ് ഈ വേദപുസ്തക വചനം പഠിപ്പിക്കുന്നത്. നമ്മൾ സ്വന്തം എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ജീവിതത്തിൻ്റെ പോലും നിയന്ത്രിതാക്കൾ നമ്മളല്ലെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അത്രത്തോളം നമ്മളെല്ലാം നിസ്സഹായരായ വ്യക്തികളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ മേലും നമ്മുടെ ഭാവികൾ ജീവിതത്തിൻ്റെ മേലും നമ്മുടെ ആത്മാവിൻ്റെ മേലും ഇതിലെല്ലാം നിയന്ത്രണം ഈ കർത്താവിനാണെന്ന്. ഈ അധികാരം ഏറ്റെടുത്തത് കൊണ്ട് അവിടുന്ന് അത് ദുർവിനിയോഗം ചെയ്യുകയല്ല. എന്തിനീ അധികാരം എടുത്തിരിക്കുന്നത്? അതെടുത്തിരിക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിനാണ്. ആ കാര്യമാണ് ഏറ്റവും വലിയ സന്തോഷം. പിതാവ് തൻ്റെ മകനായ യേശുവിൻ്റെ കരങ്ങളിൽ ഈ അധികാരം നൽകിയത് ആ അധികാര പരിധിക്കകത്ത് വരുന്ന സകല വ്യക്തികൾക്കും നിത്യജീവൻ നൽകാനാണ്. അതായത് യേശു ഇതെടുത്തത് ആരെയും കൊല്ലാനോ തിന്നാനോ ഒന്നും അല്ല. കർത്താവ് ഈ അധികാരത്താൽ നിറയപ്പെട്ടവനായിരിക്കുന്നത് നിത്യജീവൻ കൊടുക്കാനാണ്. അപ്പോൾ എന്നതാ നിത്യജീവൻ? നീണ്ടു നിൽക്കുന്ന ദീർഘായുസ്സല്ല നിത്യജീവൻ. ഒരു വ്യക്തി മരിക്കുന്നില്ല, അങ്ങ് ജീവിച്ചു പോവുക, അത് നിത്യജീവനല്ല, അത് ദീർഘായുസ്സാണ്. ദീർഘായുസ്സും നിത്യജീവനും രണ്ടാ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? ഈ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യനെ അവനായിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നും യേശു ക്രിസ്തു ഇപ്പോൾ ആയിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് കർത്താവായ യേശു തൻ്റെ ആത്മാവിനാൽ രൂപാന്തരപ്പെടുത്തി എടുത്തിട്ട് താൻ ആയിരിക്കുന്ന നിലവാരത്തിൽ ഒരാൾക്ക് നൽകുന്ന പുതിയൊരു ജീവിതമാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. ആ നിത്യജീവനിലേക്ക് കടന്ന ഒരു വ്യക്തി അങ്ങനെ തന്നെ നിത്യമായി ജീവിക്കണം. അതാണ് ദൈവത്തിൻ്റെ താല്പര്യം, സിസ്റ്റം. അപ്പം നമ്മൾക്ക് നിത്യജീവൻ വേണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാം ചെയ്തുകൊണ്ട് പിന്നെയും തുടർന്ന് പോകുന്ന ഒരു ലൈഫ് വേണമെന്നുള്ളതല്ല. നമ്മൾ ഒത്തിരി പരിമിതികളുള്ള മനുഷ്യരാണ്, നമ്മളൊത്തിരി പോരായ്മകളുള്ള വ്യക്തിയാണ്, ഒത്തിരി പ്രശ്നങ്ങളുള്ളൊരു ജീവിതത്തിലാണ് നമ്മളെല്ലാം ആയിരിക്കുന്നത്. ഈ പ്രശ്നബാധിതമായ ജീവിതത്തിൻ്റെ അകത്തു നിന്നും യേശു ക്രിസ്തു നമുക്ക് തരുമെന്ന് പറയുന്ന ആ വലിയ ലൈഫുണ്ടല്ലോ, ആ ഗോഡ്സ് സ്റ്റാൻഡേർഡിലുള്ള ആ ഒരു ജീവിതം, യേശു ക്രിസ്തുവിൻ്റെ കൾച്ചറിനൊത്തവിധമുള്ളൊരു ലൈഫ്, ആ ലൈഫ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു കാര്യമല്ല. പിന്നെയോ യേശു ജീവിതത്തിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് ആരംഭിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം നിത്യജീവൻ നമ്മുടെ ശവസംസ്കാരം കഴിഞ്ഞിട്ട് ശവക്കല്ലറയിൽ ചെന്നിട്ട് തുടങ്ങുന്നൊരു സൂത്രമല്ല. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വരുന്ന ഈ നിമിഷം തൊട്ട് നമ്മുടെ ലൈഫിൽ ആരംഭിക്കുന്നതാണ്. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഓരോ ദിവസവും അതിൻ്റെതായ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കും. അത് മരണാനന്തരമോ മരിക്കുമോ മരിക്കാതിരിക്കുകയോ ജീവനോടെയോ ഇപ്പോഴത്തെ ഇങ്ങനെയൊന്നും അതിന് വിഷയമില്ല. അത് മരണത്താൽ നീങ്ങുന്നില്ല, ജീവിതം കൊണ്ട് അത് അവസാനിക്കുന്നില്ല, മരണത്തിനോ ജീവനോ അതിനെ ഇല്ലാതാക്കാൻ പറ്റുന്നില്ല. അത് തുടർമാനമായി ഇങ്ങനെ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടു പോവുകയാണ്. ഈ ഒരു സ്റ്റാൻഡേർഡിലുള്ള ശ്രേഷ്ഠമായ ജീവിതമാണ് യേശു വാഗ്ദാനം ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിരുത്തി ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. യേശു ക്രിസ്തുവിൻ്റെ ഈ അധികാരം യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ പ്രയോഗിക്കുന്നത് നമ്മളുടെ മേൽ നിത്യജീവൻ യാഥാർത്ഥ്യമാക്കാനാണ്. നിങ്ങൾ ഇതുവരെയും നിത്യമായ യേശു ക്രിസ്തുവിൻ്റെ നിലയിലുള്ളൊരു ജീവിതം കൈക്കൊണ്ടിട്ടില്ലെങ്കിൽ ഇന്നത് സ്വീകരിക്കണം. കാരണം യേശു ക്രിസ്തു അതിൽ അധികാരസ്ഥനായി നിൽക്കുന്നത് നിങ്ങളെ ആ ലൈഫിൻ്റെ പാത്രമാക്കി മാറ്റാനാണ്. യേശു ഇവിടെ പറയുന്നു, നീ അവന് നൽകിയിട്ടുള്ള എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് സകല ജഡത്തിനു മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സൗഖ്യം നടക്കുന്നതും, ഞങ്ങളെപ്പോലുള്ള ദൈവദാസന്മാർ നിങ്ങളുടെ തലമേൽ കരം വെക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത് യേശു ക്രിസ്തു നിങ്ങളുടെ ശരീരത്തിൽ ഞങ്ങൾക്ക് അധികാരം നൽകുന്നതിനാലാണ്.
എന്തധികാരം? ശുശ്രൂഷാപരമായ ഒരു താൽക്കാലിക അധികാരം, പെർമനൻ്റ് ആയിട്ടുള്ളൊരു അധികാരമല്ല. ആ ഒരു സമയത്തേക്ക് മാത്രമാണ് ദൈവദാസന് ദൈവം ഒരു വ്യക്തിയുടെ മേൽ ഒരു സൗഖ്യ ശുശ്രൂഷ നടത്താനോ, ഒരു വിടുതൽ ശുശ്രൂഷ നടത്താനോ, ഒരു അനുഗ്രഹം പകരാനോ, പ്രത്യേകം അവരെ പ്രാർത്ഥിച്ച് ബലപ്പെടുത്താനോ ഒക്കെ ഒരു അധികാരം നൽകുന്നത്. ബാക്കി സദാസമയവും നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ അധികാരി യേശു മാത്രമാണ്. യേശു തീരുമാനിക്കും ആര് നിങ്ങളുടെ മേൽ കരം വെക്കണം, ആര് നിങ്ങൾക്കായിട്ട് ശുശ്രൂഷ ചെയ്യണം. ഇതൊക്കെ കർത്താവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽപ്പെട്ട കാര്യമാണ്. അപ്പം നമ്മുടെ ലൈഫ് യേശുവിൻ്റെ കരങ്ങളിലാണ്. ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, എവിടെയൊക്കെയോ കുറേ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇതുവരെ നിത്യജീവനെ പ്രാപിക്കാത്തതിൻ്റെ ഒരു പോരായ്മ പലരുടെയും ജീവിതത്തിൽ അത് മാറാത്തതിൻ്റെ കാരണമായിട്ടുണ്ട്. അധികാരം പ്രയോഗിക്കപ്പെടുന്നു എന്തിനു വേണ്ടി? നിത്യജീവൻ പ്രാപിക്കാൻ. ഇന്ന് തന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ ദൈവത്തിൻ്റെ ദാസനായി പറയുന്നു, യേശുവിനെ കൈക്കൊണ്ടേ പറ്റൂ. പ്രവചനദൂത് കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്നു, ജീസസ് ആണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഡെസ്റ്റിനി. കർത്താവായ യേശുവിനെ സ്വീകരിക്കുക എന്നതാണ് ഈ ലോക ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവം ഒരാളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന താല്പര്യം. അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ഇടം വലം നോക്കാതെ അനുഷ്ഠിക്കാൻ തയ്യാറാകുമ്പോൾ യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിൽ നിത്യജീവനെ നൽകും. ആ നിത്യജീവൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഇവിടെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കകത്തുപോലും ആ നിത്യജീവന്റെ ഗുണങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. നിങ്ങൾ ശാപത്തിലായിരിക്കാം, മാറാത്ത രോഗങ്ങളിലും ദുഃഖങ്ങളിലുമായിരിക്കാം, യാതൊരു ആന്തരിക സമാധാനവും ഇല്ലാതെ ജീവിതത്തിലെല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ ചുമ്മാ ഇങ്ങനെ ഒരു വിധത്തിൽ അങ്ങ് ജീവിച്ചു പോകുമായിരിക്കും. കർത്താവിലേക്ക് വാ. നമുക്കെല്ലാം ഉള്ളപ്പോഴും നമുക്ക് വേണ്ടത് സത്യത്തിൽ യേശുവാണ്. കർത്താവാണ് നമുക്ക് വേണ്ടത്. കർത്താവിനെ കൊണ്ടേ നമ്മുടെ ജീവിതത്തിൻ്റെ ശൂന്യത നികത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സ്വസ്ഥമായി ഈ വചനം കേട്ട ഒരാളെന്ന നിലയിൽ വ്യക്തമായി ഇതിൻ്റെ ഉള്ളിൽ ദൈവം നിങ്ങളോട് പങ്കുവെക്കാൻ ഉദ്ദേശിച്ച മെസ്സേജ് ഗ്രാസ്പ് ചെയ്തെങ്കിൽ വ്യക്തമായി ഇപ്പോൾ തന്നെ അതിനു മുമ്പ് സറണ്ടർ ആകുക. കർത്താവിനോട് പറയുക, യേശുവേ, ഐ ആം റെഡി. അങ്ങയോട് കൂടെ യാത്ര ചെയ്യാൻ ഞാൻ ആരംഭിക്കുകയാണ്. നിത്യജീവനിലേക്കുള്ള എൻ്റെ യാത്ര ഞാൻ തുടങ്ങുകയാണ്. ഞാനുണ്ട് ഇനി അങ്ങയുടെ കൂടെ. അങ്ങയോട് മനഃപൂർവ്വമായിട്ട് ഞാൻ ചേരുകയാണ്. എൻ്റെ ഒപ്പമുള്ളവരുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സ് ഈ സമയം തൊട്ട് അങ്ങയോട് കൂടെ കൂറുപറ്റി നിൽക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ പറഞ്ഞാൽ മതി. ഞാനെൻ്റെ പ്രത്യേകിച്ച് പ്രാർത്ഥനയൊന്നും പറഞ്ഞിരുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നൊന്നും ബൈബിളിലൊന്നും ഇല്ലതാണ്. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങളുടേതായ വിധത്തിൽ നിങ്ങൾക്ക് പറയാം യേശു എൻ്റെ കർത്താവാണെന്ന്. നിങ്ങൾക്ക് യേശുവിനുള്ള ബോധ്യം നിങ്ങൾ പറയണം. അത് മെല്ലെ മെല്ലെ വികസിക്കും, അത് വളരും. യേശു ഒരു വൺ ലൈൻ റിലേഷൻഷിപ്പിൻ്റെ ആളല്ല. നമ്മൾ അങ്ങോട്ടൊരു സ്നേഹം എറിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു താല്പര്യത്തിന് തൊട്ടപ്പുറത്ത് പ്രതികരിക്കുന്ന ഒരനുഭവം നിങ്ങൾക്ക് കർത്താവിൽ നിന്ന് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ദൂത് ഇതാണ്: നിത്യജീവൻ്റെ അധികാരം യേശുവിൻ്റെ കരങ്ങളിലുണ്ട്. അത് പ്രാപിക്കാൻ നിങ്ങൾ തയ്യാറാകണം. നിങ്ങളുടെ സ്വസ്ഥതയ്ക്ക് പുറകിൽ നിത്യജീവനാണ് വേണ്ടത്. ആഗ്രഹ സഫലീകരണങ്ങളുടെ പിന്നിൽ നിത്യജീവൻ്റെ ശക്തിയാണ് വ്യാപിക്കേണ്ടത്. ഇപ്പോഴത്തെ ചുമ്മാ ലക്ഷ്യമില്ലാത്ത ഈ ഒരു അകത്തൊരു ജീവനുള്ളതിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ജീവിതം എന്ന ഈ ഒരു വിക്രിയ ശുദ്ധ മണ്ടത്തരമാണ്. അതല്ല ലൈഫ്. ഗോഡ് സ്റ്റാൻഡേർഡിൽ, ഡിവൈൻ കൾച്ചറിൽ യേശുവുമായിട്ട് ഒട്ടിച്ചേർന്നുള്ള പുതിയൊരു ലൈഫ് സ്റ്റൈൽ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നിങ്ങൾ അതിലേക്ക് വരിക. ഞാൻ നിങ്ങളെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ഞങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ അപ്പ, ഇന്നത്തെ വചനം കേട്ട നിരവധി മക്കളിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ മാനസികമായി താല്പര്യപ്പെടുന്ന സകലർക്കും അതിനുള്ള വാതിൽ ഇപ്പോൾ തുറക്കുന്നു. ഇന്ന് വരെ അറിയാത്ത ദൈവകൃപയുടെ സന്തോഷം ഇവരെ ബാധിക്കട്ടെ, പിടിക്കട്ടെ, തൊടട്ടെ. ഇവരുടെ സാഹചര്യങ്ങളുടെ മേൽ കർത്താവിൻ്റെ അതിതീവ്രമായൊരു നിയന്ത്രണം ഇപ്പോൾ മുതൽ ആരംഭിക്കട്ടെ. കർത്താവായ യേശുവിലുള്ള ദൈവിക അധികാരത്തിൻ്റെ ശക്തി ഞങ്ങൾ അറിഞ്ഞു ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവരെ
വരയ്ക്കുന്ന, ബാധിക്കുന്ന എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ അതിൻ്റെ മേലെല്ലാം വലിയ വിടുതലുകൾ ഇപ്പോൾ വ്യാപിക്കട്ടെ. സമാധാനം നൽകണം, ആശ്വാസവും സ്വസ്ഥതയും നൽകണം, കുടുംബങ്ങൾക്കകത്ത് ജീവൻ നൽകണം, മാനസിക സമാധാനം നൽകണം. പ്രാർത്ഥന കേൾക്കണമേ അപ്പ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഈ വരുന്ന വെള്ളി, ശനി, ഞായർ 27, 28, 29 തീയതികൾ 2026 മാർച്ച് മാസം കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള നമ്മുടെ ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് സഭയിൽ ഫാസ്റ്റ് ലൈഫ് ചേഞ്ചിങ് സീസൺ 7 എന്ന അനുഗ്രഹീതമായ ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുകയാണ്. നിങ്ങൾ തീർച്ചയായും വരണം, കാണാം, പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടതായ വിടുതൽ ശുശ്രൂഷകൾ കർത്താവിന് കൃപയിൽ ചെയ്തു തരാം. ഓക്കെ. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും യേശുവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.